നമസ്കാരം. ഇതൊരു സഹകരണ സംഘത്തിൻ്റെ മാത്രം കഥയല്ല. കേരളത്തിലെ സഹകരണ മേഖലയെ രാഷ്ട്രീയ പാർട്ടികളുടെ സ്വാധീനത്തിൽ നിന്ന് എത്രത്തോളം സ്വതന്ത്രമാക്കണം എന്ന ചോദ്യമാണ്. 2017 ഡിസംബർ 24 CPMന്റെ പിന്തുണയോടെ പുതിയൊരു സാമ്പത്തിക സംരംഭത്തിന് തുടക്കമിടുന്നു. അങ്ങ് കണ്ണൂരിൽ ഹലാൽ ഫൈദ സഹകരണ സംഘം. പേരിൽ തന്നെ ഒരു വ്യത്യസ്തതയുണ്ട്. മാതൃകയും വ്യത്യസ്തം. പലിശയില്ലാത്ത നിക്ഷേപം. അങ്ങനെ നിക്ഷേപിക്കുന്ന പണത്തിന് ലാഭവിഹിതം നൽകും. പക്ഷേ അതിന് പലിശ എന്ന് വിളിച്ച് ഹറാമാക്കരുത്. ലാഭവിഹിതം. വ്യവസായ മേഖലയിലും മറ്റ് ബിസിനസ്സിലുമെല്ലാം ഈ പണം നിക്ഷേപിക്കും. അതിൽ നിന്ന് കിട്ടുന്ന ലാഭമാണ് നിക്ഷേപകർക്ക് ലാഭവിഹിതം എന്ന പേരിൽ കൊടുക്കുന്നത് എന്നായിരുന്നു വാഗ്ദാനം. CPM ആണ് ഇതിന് പിന്തുണ കൊടുക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഇതൊരു ഉഡായിപ്പ് പദ്ധതിയാണെന്ന് തലയ്ക്ക് വെളിവുള്ള എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞിരുന്നു. മുസ്ലിം സമൂഹത്തിൽ പലിശ ഹറാമാണെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നിരവധി പേർ ബാങ്കുകളിൽ പണം നിക്ഷേപിക്കില്ല. കാരണം ബാങ്കുകളിൽ പണം നിക്ഷേപിച്ചാൽ പലിശ കിട്ടും. പലിശ ഹറാമാണ്. അത് വാങ്ങുന്നത് പാപമാണ്. അങ്ങനെ ബാങ്കുകളിൽ നിക്ഷേപിക്കാത്തവരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയായിരുന്നു ഹലാൽ ഫൈദ പദ്ധതിയുടെ ലക്ഷ്യം. എന്തായാലും നിരവധി പേർ ഹലാൽ ഫൈദയിൽ പണം നിക്ഷേപിച്ചു. 2026 ഓഗസ്റ്റിലാണ് നിക്ഷേപിച്ച പണം തിരിച്ചു കിട്ടുന്നില്ല എന്നുള്ള പരാതി ആദ്യമായി ഉയർന്നത്. ഏറ്റവും ഗുരുതരമായ കാര്യം തുടങ്ങുന്ന കാലത്ത് പ്രഖ്യാപിച്ച ഒരു കാര്യവും നടന്നിട്ടില്ല എന്നുള്ളതാണ്. എന്നു മാത്രമല്ല 8 വർഷങ്ങളായിട്ടും സ്ഥാപനത്തിൻ്റെ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചിട്ടുമില്ല. ഇതാണ് ഏറ്റവും ഞെട്ടലുണ്ടാക്കുന്ന കാര്യം. ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നിയമപരമായും സഹകരണ ചട്ടങ്ങളുമായി ബന്ധപ്പെട്ടും തുടക്കത്തിൽ തന്നെ നിരവധി സംശയങ്ങൾ ഉയർന്നിരുന്നു. പ്രതിപക്ഷം തന്നെ ഈ സംശയങ്ങൾ അന്ന് ഉയർത്തിയിരുന്നു. അത് പ്രതിപക്ഷത്തിൻ്റെ വെറുമൊരു ആരോപണം മാത്രമായിരുന്നില്ല. പിണറായി വിജയനോട് എനിക്കൊട്ടും യോജിപ്പില്ല. കാരണം അയൽരാജ്യം വഴി പോകുന്ന അഴിമതികളെപ്പോലും ക്ഷണക്കത്തടിച്ച് വിളിച്ചു വരുത്തുന്ന ആളാണ് പിണറായി വിജയൻ. ആ പിണറായി വിജയൻ പോലും ഹലാൽ ഫൈദയുടെ ഉദ്ഘാടനത്തിന് പറഞ്ഞു, ഇത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം, ഇല്ലെങ്കിൽ പ്രശ്നമാകുമെന്ന്. സഹകരണ വകുപ്പിൻ്റെ ആവശ്യമായ അനുമതികൾ ചട്ടപ്രകാരം നേടിയിട്ടില്ലെങ്കിൽ പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് പിണറായി അന്നു തന്നെ മുന്നറിയിപ്പ് നൽകിയതാണ്. അപ്പോൾ ചോദ്യം വളരെ ലളിതമാണ്. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ മുന്നറിയിപ്പ് നൽകിയിട്ട് പോലും ഇതേക്കുറിച്ച് എന്തുകൊണ്ട് ബന്ധപ്പെട്ടവർ ഈ 8 കൊല്ലം നടപടിയെടുക്കുകയോ പരിശോധിക്കുകയോ ചെയ്തില്ല? ആരുടെ ഉത്തരവാദിത്തമായിരുന്നു അത്? ആരുടെ മേൽനോട്ടത്തിലായിരുന്നു ഈ സ്ഥാപനം പ്രവർത്തിച്ചത്? നിക്ഷേപകരിൽ നിന്ന് എത്ര കോടി രൂപ സമാഹരിച്ചു? സമാഹരിച്ച പണം എവിടെയാണ് നിക്ഷേപിച്ചത്? എത്ര ലാഭമുണ്ടാക്കി? എത്ര നിക്ഷേപകർക്ക് എത്ര രൂപ മടക്കി നൽകി? ഇതിനെല്ലാം വ്യക്തമായ കണക്കുകൾ പുറത്തു വരേണ്ടതല്ലേ? തുടക്കത്തിൽ തന്നെ ഹലാൽ ഫൈദയുടെ നിയമപരമായ സാധുതയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. സഹകരണ നിയമത്തിന്റെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് ഇതുപോലൊരു പലിശരഹിത സ്ഥാപനത്തിന് എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുമെന്ന ചോദ്യം ഉയർന്നിരുന്നു. എന്നാൽ അന്ന് ഇതിന്റെ തലപ്പത്തുള്ളവർ പറഞ്ഞത് എല്ലാ നിയമങ്ങളും അനുസരിച്ചാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നായിരുന്നു. അതായത് ഇന്നുയരുന്ന ചോദ്യങ്ങൾ അന്നും ഉണ്ടായിരുന്നു എന്നർത്ഥം. മുന്നറിയിപ്പുണ്ടായിരുന്നു, ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് 8 വർഷങ്ങൾക്കിപ്പുറം നിക്ഷേപകരുടെ പണം തിരികെ കിട്ടാതായപ്പോൾ അന്നത്തെ ചോദ്യങ്ങൾ വീണ്ടും ഉയരുന്നു. ഇതാണ് ഏറ്റവും ഗുരുതരമായ കാര്യം. കേരളത്തിലെ സഹകരണ മേഖലയിൽ CPMന് വലിയ രാഷ്ട്രീയ സ്വാധീനമുണ്ട്. സഹകരണ ബാങ്കുകൾ മുതൽ സാമ്പത്തിക വാണിജ്യ സ്ഥാപനങ്ങൾ വരെ CPM നിയന്ത്രണത്തിലുണ്ട്. ഇതിൽ പലതും തകർന്നു. കോടികളുടെ അഴിമതികൾ പലയിടങ്ങളിലും നടന്നു. വെള്ളത്തൂവൽ, മൈലപ്ര, സീതത്തോട്, കരുവന്നൂർ, നേമം തുടങ്ങി CPM നിയന്ത്രണത്തിലുള്ള മിക്ക സഹകരണ ബാങ്കുകളും നിക്ഷേപകരെ കബളിപ്പിച്ചു. എത്രയോ പേർ തങ്ങളുടെ നിക്ഷേപം തിരിച്ചു കിട്ടാതെ ആത്മഹത്യ ചെയ്തു. ഹലാൽ ഫൈദയുടെ പേരിൽ ഇനി വേണ്ടത് രാഷ്ട്രീയ പോരാട്ടമല്ല. കാരണം ഇതുപോലെയുള്ള എത്രയോ തരികിടകൾ കണ്ടിട്ടുള്ള പാർട്ടിയാണ് CPM. അവർക്കിതൊരു പുത്തരിയല്ല. ഇനി വേണ്ടത് ചോദ്യങ്ങളാണ്. എത്ര രൂപ നിക്ഷേപമായി സ്വീകരിച്ചു? എത്ര പേരിൽ നിന്ന് നിക്ഷേപം സ്വീകരിച്ചു? സ്വീകരിച്ച നിക്ഷേപങ്ങൾ ഏതൊക്കെ വ്യവസായ വാണിജ്യ മേഖലയിലാണ് മുടക്കിയത്? എത്ര ഷെയറുകൾ വിറ്റു? ആ നിക്ഷേപങ്ങളിൽ നിന്ന് എത്ര വരുമാനം കിട്ടി? ഇപ്പോൾ സ്ഥാപനത്തിൻ്റെ കൈവശം എത്ര രൂപയുണ്ട്? നിക്ഷേപകരുടെ ബാധ്യത എത്ര? വരവ് ചെലവ് കണക്കുകൾ എവിടെ? ഓഡിറ്റ് റിപ്പോർട്ട് എവിടെ? സഹകരണ വകുപ്പ് പരിശോധന നടത്തിയോ? നടത്തിയെങ്കിൽ എന്താണ് ആ റിപ്പോർട്ടിലുള്ളത്? നടത്തിയില്ലെങ്കിൽ എന്തുകൊണ്ടാണ് പരിശോധന നടത്താത്തത്? ഇതിനൊക്കെ മറുപടി കിട്ടണം. കിട്ടിയേ പറ്റൂ. കാരണം ഇത് CPMന്റെ പാർട്ടി ഫണ്ടല്ല. ഇതാരുടെയും തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്നതുമല്ല. സാധാരണക്കാരായ ആളുകൾ വിയർപ്പൊഴുക്കിയുണ്ടാക്കിയ പണമാണ്. തൊഴിലാളികളുടെയും സാധാരണക്കാരുടെയും പാവപ്പെട്ടവരുടെയും പാർട്ടിയാണ് CPM എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ സാധാരണക്കാരൻ്റെ പണം നഷ്ടപ്പെട്ടതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ രാഷ്ട്രീയ വിശദീകരണമല്ല വേണ്ടത്, മുഴുവൻ കണക്കുകളും പുറത്തുവിടുകയാണ് വേണ്ടത്. ജനങ്ങൾക്ക് വേണ്ടത് കവലപ്രസംഗമല്ല, കണക്കാണ്. കണക്ക്. നിക്ഷേപകർക്ക് വേണ്ടത് വാഗ്ദാനമല്ല, അവരുടെ പണമാണ്. സർക്കാർ ഈ തട്ടിപ്പുകാർക്ക് രാഷ്ട്രീയ സംരക്ഷണം കൊടുക്കുകയല്ല വേണ്ടത്, അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുകയാണ് വേണ്ടത്.
ഹലാൽ ഫൈദ കൊണ്ട് കാര്യങ്ങൾ അവസാനിക്കുന്നില്ല. ഇത് ഒരു സഹകരണ സംഘത്തിൻ്റെ മാത്രം കാര്യവുമല്ല. കേരളത്തിൻ്റെ സഹകരണ മേഖലയെ രാഷ്ട്രീയ പാർട്ടികളുടെ പിടിയിൽ നിന്ന് എത്രത്തോളം സ്വതന്ത്രമാക്കണം എന്ന ചോദ്യം കൂടിയാണ്. ഏറ്റവും ഒടുവിൽ ഒരു ചോദ്യം കൂടി. ജനങ്ങളുടെ പണം കൊണ്ട് സഹകരണ സംഘങ്ങൾ തുടങ്ങുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് പാർട്ടിക്കാണെങ്കിൽ പണം നഷ്ടപ്പെടുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ്? ഈ ചോദ്യത്തിന് മറുപടി പറയേണ്ടത് CPM ആണ്. വാക്കുകൾ കൊണ്ടല്ല, കണക്കുകൾ കൊണ്ട്.